എറണാകുളം കിൻഡർ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ഡയറ്റീഷ്യനായ ശ്രീമതി ജിഷ ജോസഫ്. ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മധുരം പാടെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളൊരു ചിന്തയാണ് നമുക്കുള്ളത്. ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് കരുതുന്നതും. പക്ഷെ മധുര പലഹാരങ്ങൾ മാത്രമാണോ ഒഴിവാക്കേണ്ടത്, അല്ലെങ്കിൽ പഞ്ചസാര എന്ന് പറയുന്ന സാധനം അടങ്ങിയത് മാത്രമാണോ ഒഴിവാക്കേണ്ടത്, ശർക്കര കഴിക്കാമോ, അല്ലെങ്കിൽ മധുര ഫ്രൂട്ട്സ് പഴങ്ങൾ കഴിക്കാമോ, അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ നമുക്ക് എപ്പോഴും ഉണ്ട്. അതേപ്പറ്റി ഒന്ന് വ്യക്തമാക്കാം. നമുക്കറിയാം, ഷുഗർ കണ്ടു തുടങ്ങിയാൽ, പ്രമേഹം കണ്ടു തുടങ്ങിയാൽ തീർച്ചയായിട്ടും നമ്മൾ ആദ്യം ചെയ്യുന്നത് പഞ്ചസാര മാറ്റി വെക്കുക എന്നുള്ളതാണ്. ചിലർ പറയും അല്പം പഞ്ചസാര ഇടാറുണ്ടെന്ന് പറയും. പക്ഷേ ഡയറ്റീഷ്യൻസ് തീർച്ചയായിട്ടും പറയും നിങ്ങൾ പഞ്ചസാര ഉപയോഗിക്കരുത് എന്ന് തന്നെ പറയും. പിന്നെ മാറ്റിവെക്കാൻ പറയുന്നത് ഒന്നാണ് ഈ ശർക്കര, ചക്കര അല്ലെങ്കിൽ കരിപ്പെട്ടി എന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം മാറ്റിവെക്കാൻ പറയാൻ കാരണം, ഏത് പഞ്ചസാര ആണെങ്കിലും, അത് ബ്രൗൺ ഷുഗർ ആണെങ്കിലും നോർമൽ നമ്മൾ യൂസ് ചെയ്യുന്ന വെളുത്ത പഞ്ചസാര ആണെങ്കിലും നമ്മുടെ ശരീരത്തിനുള്ളിലെത്തിയാൽ എത്രയും വേഗം നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ ദഹനം നടന്ന് അബ്സോർപ്ഷൻ, സ്വാംശീകരണവും നടക്കും. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പറയും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എളുപ്പം സ്വാംശീകരണം നടത്തുന്ന സാധനങ്ങളാണല്ലോ പഞ്ചസാരയുടെ അളവ് രക്തത്തിൽ കൂട്ടുന്നത്, അത് മാറ്റിവെക്കുക എന്നുള്ളത് കൊണ്ടാണ് ബ്രൗൺ ഷുഗർ ആണെങ്കിലും വൈറ്റ് ഷുഗർ ആണെങ്കിലും ഒഴിവാക്കാൻ പറയുന്നത്. ഇത് തന്നെയാണ് തേനിന്റെ കാര്യത്തിലും ശർക്കരയുടെയും കരിപ്പെട്ടിയുടെയും കൽക്കണ്ടത്തിന്റെയും കാര്യത്തിൽ സംഭവിക്കുന്നത്. പക്ഷെ പഞ്ചസാര മാറ്റി വെച്ചിട്ട് ശർക്കര ചേർത്തിട്ട് അല്ലെങ്കിൽ ചക്കര ഇട്ട് കാപ്പി കുടിച്ചാലും നിങ്ങളുടെ ഷുഗർ ലെവൽ ഉയരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും സിമ്പിൾ ഷുഗേഴ്സ് എന്നാണ് നമ്മൾ ഇതിനെല്ലാം പറയുന്നത്. സിമ്പിൾ ഷുഗേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റുന്നത് തന്നെയാണ് മരുന്നിലേക്ക് പോവാതെ പ്രമേഹത്തെ നിയന്ത്രിച്ചു നിർത്താനുള്ള ആദ്യ പടി. ഫ്രൂട്ട്സിലേക്ക് വരുമ്പോൾ, പ്രമേഹം ഉള്ളവർ ഇപ്പൊ പറഞ്ഞതുപോലെ പ്രമേഹം ഉണ്ടെന്ന് കേട്ടാൽ ഉടനെ ഫ്രൂട്ട്സ് കഴിക്കുന്നത് അങ്ങ് നിർത്തിക്കളയും. പക്ഷെ അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. നിങ്ങൾക്ക് കഴിക്കാവുന്ന ഫ്രൂട്ട്സ് തീർച്ചയായിട്ടും നിങ്ങൾ കഴിക്കണം. എന്നാൽ കഴിക്കാൻ പാടില്ലാത്ത ഫ്രൂട്ട്സ് ഒഴിവാക്കുകയും വേണം. ഫ്രൂട്ട്സിന്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം, ഫ്രക്ടോസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഫ്രൂട്ട്സിനെ ഒഴിവാക്കേണ്ട, ചില ഫ്രൂട്ട്സിനെ ഒഴിവാക്കാൻ പറയുന്നത്. എല്ലാത്തിലും ഫ്രക്ടോസ് ഉണ്ട്. പക്ഷെ ചില ഫ്രൂട്ട്സ് പെട്ടെന്നാണ് ഇത് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ കൂട്ടുന്നത്. അതിനെ നമ്മൾ ചില ഫാക്ടേഴ്സ് നമ്മൾ പറയാറുണ്ട്. ഗ്ലൈസീമിക് ഇൻഡെക്സ് അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്ന ഫാക്ടർ കൂടി നിൽക്കുന്ന ഫ്രൂട്ട്സ് കഴിച്ചാൽ ഷുഗർ നില കൂടും. അതുകൊണ്ട് ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലുള്ളത് കഴിക്കരുത്, കുറവുള്ളത് കഴിക്കുക എന്നാണ് പറയുന്നത്. അത് സിമ്പിളായിട്ട് ലഘുവായിട്ട് പറഞ്ഞാൽ, ഗ്ലൂക്കോസ് എത്രത്തോളമാണോ നമ്മുടെ ശരീരത്തിൽ ഷുഗറിന്റെ നില ബ്ലഡിൽ കൂട്ടുന്നത്, അതിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു ഫ്രൂട്ടിനെ കമ്പയർ ചെയ്യും. അതിനെ 70 മുകളിലാണെങ്കിൽ ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്നാണ് പറയുക. 70 മുകളിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉണ്ടെങ്കിൽ വളരെ കൂടുതലാണ്, അങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഒഴിവാക്കാൻ പറയും. അതിൽ വരുന്നതാണ് നമ്മുടെ മാങ്ങ, പഴം, അങ്ങനെയൊക്കെ ഉള്ളത്. അത് 55 മുകളിലേക്കാണെങ്കിലും നമ്മൾ ഒഴിവാക്കാൻ പറയും. മാങ്ങയും വാഴപ്പഴമൊക്കെ ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. അതെ, മാങ്ങയും വാഴപ്പഴവും ഒഴിവാക്കണമെന്നാണ് എളുപ്പത്തിൽ നമുക്ക് ഓർത്തു വെക്കാനായിട്ട് പറഞ്ഞു കൊടുക്കാറുള്ളത്. ഗ്ലൈസീമിക് ഇൻഡെക്സ് 55 താഴെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെയുള്ള ഫ്രൂട്ട്സ് കഴിക്കാം. ഗ്ലൈസീമിക് ഇൻഡെക്സിനെ പറ്റി ഒന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. അത്യാവശ്യമായിട്ട് ഫ്രൂട്ട്സിന്റെ കാര്യത്തിൽ 2 കാര്യങ്ങൾ ഓർത്താൽ മതി. ഒന്ന്, മാങ്ങ, ചക്ക കഴിക്കാതിരിക്കുക. അത് സീസണലാണ്, എല്ലാ കാലത്തും ഉണ്ടാകത്തില്ല, കഴിക്കാതിരിക്കുക. വാഴപ്പഴം പക്ഷെ അങ്ങനെയല്ല, നമുക്ക് എപ്പോഴും കിട്ടുന്നതാണ്, അത് മാറ്റി വെക്കുക. പിന്നെ വേറൊരു കൂട്ടരുണ്ട്, മുന്തിരി. അത് പെസ്റ്റിസൈഡ്സ് പേടിച്ചിട്ട് ഇപ്പം ആരും മുന്തിരി കഴിക്കാറില്ല. എങ്കിൽ പോലും നമ്മൾ അതുകൂടെ മാറ്റി വെക്കാൻ പറയും, ഗ്ലൈസീമിക് ഇൻഡെക്സ് ഹൈ ആയതുകൊണ്ട്. അപ്പോൾ ഈ 3 ഫ്രൂട്ട്സ് മാറ്റി വെച്ചാൽ, അതിൽ മുന്തിരിയും വാഴപ്പഴവും എപ്പോഴും കിട്ടുന്നതാണ്, അത് ആ കൂട്ടരെ ടേബിളിൽ നിന്ന് മാറ്റി വെച്ചാൽ തന്നെ പ്രമേഹമുള്ളവരുടെ ഷുഗർ കൺട്രോൾഡ് ആവുന്നത് കാണാറുണ്ട്. സീസണലായിട്ട് കിട്ടുന്ന ചക്കയും മാങ്ങയും അതും ഒഴിവാക്കുക. ഫ്രൂട്ട്സിനെ പറ്റി സംസാരിച്ചപ്പം നേന്ത്രപ്പഴം അല്ലെങ്കിൽ വാഴപ്പഴം മൊത്തം ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മളെപ്പോഴും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന, എനിക്ക് തോന്നുന്നു ഒരു ചിന്താക്കുഴപ്പമുള്ളൊരു സംഭവമാണ് ഈ ചക്കയുമായി ബന്ധപ്പെട്ട്. ചക്കപ്പഴം കഴിക്കരുത് എന്ന് പറയും, പക്ഷെ പച്ചച്ചക്ക കഴിച്ചാൽ കുഴപ്പമില്ല, പ്രമേഹ രോഗികൾക്ക് വരെ ആശ്വാസമാണെന്ന് അങ്ങനെയൊക്കെയാണ് വാർത്തകൾ. അതിൻ്റെ ഒരു വാസ്തവം എങ്ങനെയാണ്? ചക്ക പച്ചയ്ക്ക്, അതായത് പുഴുക്ക് പോലെ അല്ലെങ്കിൽ മെഴുക്കുവരട്ടി പോലെ അങ്ങനെയൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ചക്കയുടെ ഒരു നല്ല ഉപകാരം എന്ന് പറഞ്ഞാൽ നിറയെ ആന്റി ഓക്സിഡൻസ് ഉണ്ട്, നിറയെ ഫൈബർ ഉണ്ട് ചക്കയിൽ.
അപ്പോൾ അത് ഒരിക്കലും മാറ്റി വെക്കൂ എന്ന് പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നാ തോന്നുന്നത്. പിന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വിഭവം കൂടി ആയിരിക്കുമല്ലോ ചക്ക. വളരെ അപൂർവം ആൾക്കാർക്ക് ചക്ക ഇഷ്ടമില്ല എന്ന് പറയുന്നത് കേട്ടുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളവരോട് നമ്മൾ ഷുഗർ ആണെന്ന് കരുതി ചക്ക ഉപേക്ഷിക്കൂ എന്നൊക്കെ പറയുന്നത് കഷ്ടമാണ്. അപ്പൊ നമ്മൾ പറയുന്നത് അവരുടെ ഇത് എപ്പോഴും ഇൻഡിവിജ്വലൈസ്ഡ് ആണ്. ഇപ്പൊ ജനറൽ ആയിട്ട് നമ്മൾ ആരോടും പറയാറില്ല. അയാളുടെ അന്നത്തെ മറ്റ് ഭക്ഷണങ്ങൾ നോക്കിയിട്ട് നമുക്ക് ചക്ക എത്രത്തോളം എടുക്കണം എന്ന് തീരുമാനിക്കാം. അന്ന് കഴിക്കുന്ന ചോറിന്റെ അളവ്, വൈകിട്ട് കഴിക്കാൻ പോകുന്ന ഭക്ഷണം ഏതാണെന്നൊക്കെ നോക്കിയിട്ട് എത്ര ചുള ചക്ക കഴിക്കണമെന്നൊക്കെ തീരുമാനിക്കാം. ഇനി ഇതൊന്നും നോക്കി തരാനായിട്ട് അടുത്തൊരു ഡയറ്റീഷ്യൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പഴുത്ത ചക്ക ഒഴിവാക്കുക, പച്ചച്ചക്ക കഴിക്കുക. പച്ചച്ചക്ക ആകുമ്പോൾ അത്ര വലുതായിട്ട് ഷുഗർ കൂടത്തില്ല, എന്നാൽ അതേസമയം നിങ്ങൾക്ക് ചക്കയിലുള്ള എല്ലാ ഗുണങ്ങളും കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇടിച്ചക്ക തോരൻ കഴിക്കാം, ചക്കപ്പുഴുക്ക് കഴിക്കാം, ഇതെല്ലാം കഴിക്കാം. നമ്മൾ മണ്ണിനടിയിൽ ഉണ്ടാവുന്ന പച്ചക്കറികൾ ഒഴിവാക്കൂ എന്ന് ഷുഗർ ഉള്ളവരോട് പറഞ്ഞാലും കപ്പപ്പുഴുക്കും കഴിക്കാൻ പറയാറുണ്ട്. ഇപ്പോൾ അതെല്ലാം ഇൻഡിവിജ്വലൈസ്ഡ് ആണ്. ഈ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക.